കേരളത്തിലെ തിരിച്ചുവന്ന പ്രവാസികൾ ഭൂരിഭാഗവും ദുരിതമനുഭവപ്പെടുന്നവരാണ്. ഒരു കാലത്ത് കുടുംബത്തെ പുലർത്തുന്നതിനും നാടിൻ്റെ വികസന പ്രക്രിയയിൽ പങ്കാളികളാകുന്നതിനു വേണ്ടിയാണ് അവർ കടൽ കടന്നു പോയത്. വിദേശ നാടുകളിലെ ചില നിയമങ്ങളും അതോടൊപ്പം തന്നെ തൊഴിൽ രംഗത്തുണ്ടായ പ്രതിസന്ധികളും അവരെ തിരിച്ചു വരാൻ കാരണങ്ങളാക്കി. ദീർഘകാലത്തെ തൊഴിൽ സേവനങ്ങൾക്ക് ശേഷം പ്രായവും അവരെ തിരിച്ചു വരുന്നതിൽ ഒരു കാരണമായി മാറി. എന്നാൽ ഇന്ന് കേരളത്തിൽ തിരിച്ചു വന്ന പ്രവാസികളുടെ എണ്ണം ഏകദേശം 30 ലക്ഷത്തിനടുത്താണ്. ഇത്തരം പ്രവാസികളുടെ ക്ഷേമങ്ങളെക്കുറിച്ച് പരിഗണിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാൻ ഭരണകൂടങ്ങൾ തയ്യാറായിട്ടില്ല. പ്രവാസി പുനരധിവാസം ദീർഘകാലമായി ആവശ്യപ്പെടുന്ന ഒന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനുള്ള വഴിയുണ്ടാകുക എന്നതാണ് ഒരു പ്രവാസി ആഗ്രഹിക്കുന്നത്. നാടിനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അധ്വാനിച്ചവർ തിരിച്ചു വന്ന് ജീവിക്കാൻ വഴിയില്ലാതെ വരുമ്പോൾ അവരെ കൈപിടിച്ചുയർത്തേണ്ടത് ഭരണകൂടമാണ്. ഭരണകൂടം ഇത്തരത്തിൽ കാര്യമായ ശ്രദ്ധകൾ ഉണ്ടായിട്ടില്ല. നിരന്തരമായി പ്രവാസി സംഘടനകളുടെയും പ്രവാസി ലീഗ് അടക്കമുള്ളവരുടെയും പോരാട്ടം ഈ സംസ്ഥാനത്തുണ്ടായിട്ടും ചില ചെറിയ പരിഷ്കാരങ്ങൾ ഒഴികെ മറ്റൊന്നും നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. പ്രവാസി പെൻഷനാകട്ടെ അത് 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ അതിന്നും അതേപോലെ തുടരുകയാണ്. പ്രവാസികൾക്ക് ന്യായമായ ചില അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട്. അവ അനുവദിക്ക് കിട്ടുന്നതിലും സർക്കാർ പിറകോട്ടാണ്. 60 കഴിഞ്ഞ ആളുകളാണ് പൂർവ്വകാല പ്രവാസികൾ. അവരാണ് ഈ നാടിനെ ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നവർ. അത്തരത്തിലുള്ള പ്രവാസികളെ കൂടി ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുത്തുകയും പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നും നിരന്തരമായൊരാവശ്യമാണ്. സർക്കാർ അത്തരത്തിലുള്ളൊരു പരിഗണന പോലും നടത്താതെ നിൽക്കുകയാണ്. പ്രവാസികൾ അംശാദായം അടച്ചിട്ടാണ് അവർക്ക് പെൻഷൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൂടി പെൻഷൻ നൽകിയാൽ സർക്കാരിന് ഒരു നഷ്ടവും വരാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. പക്ഷേ സർക്കാർ പിടിമുറുക്കുകയാണ്. പ്രവാസികളുടെ സമ്പത്ത് മാത്രം ആഗ്രഹിക്കുന്ന ഭരണകൂടം വിദേശ നാടുകളിലുള്ള പ്രവാസികളെ കണ്ടെത്തി അവരെ മാത്രം സഹായിക്കാൻ വേണ്ടി അവരുടെ മാത്രം ചിന്തിക്കുന്ന ഒരു ഭരണകൂടം തിരിച്ചു വന്ന പ്രവാസികളുടെ ജീവിതത്തെക്കുറിച്ച് അറിയാതെ പോകുന്നതിലുള്ള പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. കോവിഡ് കാലത്ത് വിദേശ നാടുകളിൽ വെച്ച് മരിച്ചവരും നാട്ടിൽ മരിച്ചവരുമായ ആളുകളുടെ കുടുംബങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ദുരിതമനുഭവപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ പലരും രോഗത്തിനടിമപ്പെട്ട് ജീവിക്കുകയാണ്. പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ട് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ കഷ്ടത അനുഭവപ്പെടുന്നവരാണ്. ഇത്തരം വരുന്ന പ്രവാസികളെ തിരിഞ്ഞു നോക്കാത്ത ഭരണകൂടങ്ങൾക്കെതിരായി ഈ തെരഞ്ഞെടുപ്പ് വിധിയെഴുതണം. ജനാധിപത്യം പുലരണം. ഒരു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വലിയ വോട്ട് നൽകി അവരെ വിജയിപ്പിക്കണം. പ്രവാസികൾക്ക് സുരക്ഷ നൽകുന്നതിനും അവരെക്കുറിച്ച് താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനും അവരുടെ വിഷയങ്ങളോട് നീതി പുലർത്താൻ കഴിവുള്ളതുമായ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാൻ, ഇന്ത്യയിലെ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ടാക്കാൻ, കേരളത്തിൽ അത്തരത്തിൽ ഉള്ള ഒരു ചിന്തകൾ ഉയർത്തിപ്പിടിക്കാൻ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നിങ്ങളോട് സവിനയം അഭ്യർത്ഥിക്കുന്നു.